ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് അരിനെല്ലിക്ക ഉപ്പിലിട്ടുണ്ട്, അതുകൊണ്ടൊരു വിഭവം ഉണ്ടാക്കി നോക്കുന്നത്. ഇത് നമ്മളെ നാടനായിട്ട് കിട്ടിയത്, ഇതെല്ലാം നാടൻ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ മരത്തിൽ നിന്ന് അറുത്തതാണ് കേട്ടോ അരിനെല്ലിക്ക. അപ്പം അതിക്ക് നെല്ലിക്ക കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിലിട്ടതാണ്. കുറച്ച് വെള്ളം സുർക്കയും കൂട്ടിയിട്ട് ഉപ്പിലിട്ടാണ്. അപ്പോഴേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. കുറച്ച് മുളക് പൊടി ചേർത്തെടുക്കുക. ഉപ്പ് ചേർത്തെടുക്കുക. എന്നിട്ട് പുളിയുള്ളതായതുകൊണ്ട് തന്നെ സുർക്കൊന്നും വേണ്ടല്ലോ. അപ്പം ഇനി ഇതിങ്ങനെ കുഴച്ച് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കുഴച്ച് തിന്നാൻ. അപ്പം നമുക്ക് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സുർക്ക വെള്ളം എന്തെങ്കിലും ഒഴിച്ചാൽ ഇതിൽ നെല്ലിക്കമ്മ മുളക് ഉപ്പൊന്നും പിടിക്കൂല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കഴിച്ച് നോക്കാം. നല്ല സൂപ്പറായിട്ടുണ്ട് ഇത് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ആക്കി കഴിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നല്ല ഉപ്പ് പിടിച്ചും ചെയ്തിരിക്കുന്നു. നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തെടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മുളക് പൊടി നമ്മൾ മുളക് വാങ്ങി പൊടിച്ചതുകൊണ്ട് നല്ല എരിവും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ നല്ല ബെസ്റ്റാണ്. അപ്പോൾ ഷിഫ് ഒന്ന് കഴിച്ചു നോക്ക്. നന്നായിട്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വീഡിയോ ആർക്കും ഇഷ്ടപ്പെടാത്തോണ്ട എല്ലാവരും കാണാത്ത തോന്നുന്നുണ്ട്. ആയിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല ഇതൊക്കെ തിന്ന് തീർക്കാൻ. അപ്പോൾ ഇതാകണം ലാസ്റ്റത്തതാണ്. അപ്പോൾ ഇതും കൂടെ കഴിച്ചാൽ കഴിഞ്ഞ് ഞങ്ങളെ പാത്രം ഫിനിഷായി. അപ്പോൾ ഇന്നത്തെ അരിനെല്ലിക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട്. അപ്പോൾ ഈ വീഡിയോ എത്ര തന്നെ ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.